ഓം ശാന്തി. 19, 12, 20. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ വാഗ്ദാനമാണ്, എപ്പോൾ താങ്കൾ വരുന്നു അപ്പോൾ നമ്മൾ അർപ്പണമാകും എന്നത്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു നിങ്ങളെ വാഗ്ദാനം ഓർമ്മിപ്പിക്കുന്നതിനായി. ചോദ്യം: ഏതൊരു മുഖ്യ വിശേഷത കാരണമാണ് പൂജ്യർ എന്ന് ദേവതകളെ മാത്രം പറയുവാൻ കഴിയുന്നു? ഉത്തരം: ദേവതമാരുടെ മാത്രം വിശേഷതയാണ് അവർ ഒരിക്കലും ആരെയും ഓർമ്മിക്കുന്നില്ല. പിതാവിനെയും ഓർമ്മിക്കുന്നില്ല, ഏതെങ്കിലും ചിത്രങ്ങളെയും ഓർമ്മിക്കുന്നില്ല. അതിനാൽ അവരെ പൂജ്യർ എന്ന് പറയും. അവിടെ സുഖം തന്നെ സുഖമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ആരെയും ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ ഇങ്ങനെ പൂജ്യവും പാവനവുമായിരിക്കുന്നു. അതിലൂടെ പിന്നെ ഓർമ്മിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരിക്കുന്നില്ല. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികളെ, ഇപ്പോൾ ആത്മീയ ആത്മാവ് എന്ന് പറയുകയില്ല. റൂഹ് അഥവാ ആത്മാവ് എന്നത് ഒരേ കാര്യം തന്നെയാണ്. ആത്മീയ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മുൻപൊരിക്കലും ആത്മാക്കൾക്ക് പരംപിത പരമാത്മാവ് ജ്ഞാനം നൽകിയിട്ടില്ല. ബാബ സ്വയം പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ കൽപ്പത്തിന്റെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് വരുന്നത്. ഇങ്ങനെ മറ്റാർക്കും പറയുവാൻ സാധിക്കില്ല. മുഴുവൻ കൽപ്പത്തിലും സംഗമയുഗത്തിലല്ലാതെ ബാബ സ്വയം ഒരിക്കലും വരുന്നതേയില്ല. ബാബ സംഗമത്തിൽ തന്നെയാണ് വരുന്നത്. എപ്പോഴാണോ ഭക്തി പൂർത്തിയാകുന്നത്, ബാബ പിന്നെ കുട്ടികൾക്കിരുന്ന് ജ്ഞാനം നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത് പല കുട്ടികൾക്കും വളരെ പ്രയാസമായി തോന്നുന്നു. വളരെ സഹജം തന്നെയാണ്, എന്നാൽ ബുദ്ധിയിൽ ശരിയായ രീതിയിൽ ഇരിക്കുന്നില്ല. അതിനാൽ അടിക്കടി മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കിച്ചു തന്നിട്ടും മനസ്സിലാക്കുന്നില്ല. സ്കൂളിൽ ടീച്ചർ 12 മാസം പഠിപ്പിക്കുന്നു, എന്നിട്ടും ചിലർ തോറ്റുപോകുന്നു. ഈ പരിധിയില്ലാത്ത പിതാവും ദിവസവും കുട്ടികളെ പഠിപ്പിക്കുന്നു, എന്നിട്ടും ചിലർക്ക് ധാരണയുണ്ടാകുന്നു, ചിലർ മറന്നു പോകുന്നു. മുഖ്യമായ കാര്യം ഇതാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. മറ്റൊരു മനുഷ്യനും ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ ഒരേ ഒരു തവണയാണ് വരുന്നത്. കൽപ്പത്തിനു ശേഷം പിന്നെ സംഗമത്തിൽ ഒരേ ഒരു തവണ കുട്ടികളായ നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് ഈ ജ്ഞാനം പ്രാപ്തമാക്കുന്നത്. മറ്റാരും എടുക്കുന്നതേയില്ല. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലി ബ്രാഹ്മണരാണ് ഈ ജ്ഞാനത്തെ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലും ബാബ ഈ സംഗമത്തിൽ ഈ ജ്ഞാനം കേൾപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബ്രാഹ്മണരായ നിങ്ങൾക്ക് തന്നെയാണ് പാർട്ടുള്ളത്. ഈ വർണ്ണങ്ങളിലും തീർച്ചയായും കറങ്ങേണ്ടതുണ്ട്. മറ്റു ധർമ്മത്തിലുള്ളവർ ഈ വർണ്ണങ്ങളിൽ വരുന്നതേയില്ല. ഭാരതവാസികൾ തന്നെയാണ് ഈ വർണ്ണങ്ങളിൽ വരുന്നത്. ബ്രാഹ്മണരും ഭാരതവാസികൾ തന്നെയാണ് ആകുന്നത്. അതിനാൽ ബാബയ്ക്ക് ഭാരതത്തിൽ വരേണ്ടി വരുന്നു. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലി ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്കു ശേഷം പിന്നെയാണ് ദേവതമാർ, ക്ഷത്രിയർ. ആരും ക്ഷത്രിയരാകുന്നതല്ല. നിങ്ങളെ ബ്രാഹ്മണരാക്കി മാറ്റുന്നു, പിന്നെ നിങ്ങൾ ദേവതയാകുന്നു. അവർ തന്നെ പിന്നെ പതുക്കെ പതുക്കെ കല കുറഞ്ഞു വരുമ്പോൾ അവരെ ക്ഷത്രിയർ എന്ന് പറയുന്നു. ക്ഷത്രിയർ ഓട്ടോമാറ്റിക്കലിയാണ് ആകേണ്ടത്. ബാബ വന്ന്
ബ്രാഹ്മണരാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രാഹ്മണനിൽ നിന്നും ദേവതയും പിന്നെ അവർ തന്നെ ക്ഷത്രിയരുമാകുന്നു. 3 ധർമ്മങ്ങളും ഒരേ ഒരു ബാബ ഇപ്പോഴാണ് സ്ഥാപിക്കുന്നത്. സത്യയുഗത്തിലും ത്രേതായിലും വീണ്ടും വരികയല്ല ചെയ്യുന്നത്. മനുഷ്യർ മനസ്സിലാക്കാത്തത് കാരണം സത്യയുഗത്തിലും ത്രേതായിലും വരുന്നു എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ യുഗങ്ങൾ തോറും വരുന്നില്ല. ഞാൻ വരുന്നത് തന്നെ ഒരു തവണ കൽപ്പത്തിന്റെ സംഗമത്തിലാണ്. നിങ്ങളെ ഞാൻ തന്നെയാണ് ബ്രാഹ്മണരാക്കുന്നത് പ്രജാപിത ബ്രഹ്മാവിലൂടെ. ഞാൻ പരംധാമത്തിൽ നിന്നും വരുന്നു. ശരി, ബ്രഹ്മാവ് എവിടെ നിന്നാണ് വരുന്നത്? ബ്രഹ്മാവാണെങ്കിൽ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഞാൻ എടുക്കുന്നില്ല. ബ്രഹ്മ സരസ്വതി അവർ തന്നെയാണ് വിഷ്ണുവിന്റെ 2 രൂപമായ ലക്ഷ്മി നാരായണനാകുന്നത്. അവർ തന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. പിന്നെ ആ ഒന്നിന്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തെ ബ്രഹ്മാവാക്കി മാറ്റുന്നു. ഇദ്ദേഹത്തിന്റെ നാമം ബ്രഹ്മാവ് എന്ന് ഞാൻ വയ്ക്കുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം പേരല്ല. കുട്ടി ജനിക്കുമ്പോൾ 6ാമത്തെ ദിവസം ചടങ്ങ് നടത്തുന്നു, ജന്മദിനം ആഘോഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മപത്രിയിലെ അതായത് ജാതകത്തിലെ നാമം ലേഖരാജ് എന്നായിരുന്നു. അത് ബാല്യകാലത്തേതായിരുന്നു. ഇപ്പോൾ സംഗമത്തിൽ ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചപ്പോൾ പേര് മാറിയിരിക്കുന്നു. പേര് മാറ്റുന്നതും ഇദ്ദേഹത്തിന്റെ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. ആ സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. അപ്പോഴാണ് പേര് മാറ്റുന്നത്. ഇതാകട്ടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം വെച്ചു. കാരണം ബ്രാഹ്മണർ ആവശ്യമാണല്ലോ. നിങ്ങളെ തന്റേതാക്കി മാറ്റി പവിത്ര ബ്രാഹ്മണരാക്കുന്നു, പവിത്രമാക്കി മാറ്റുന്നു. നിങ്ങൾ ജന്മം കൊണ്ട് തന്നെ പവിത്രമൊന്നുമല്ല. നിങ്ങൾക്ക് പവിത്രമാകാനുള്ള ശിക്ഷണം ലഭിക്കുന്നു. എങ്ങനെ പവിത്രമാകാം? അതാണ് മുഖ്യ കാര്യം. നിങ്ങൾക്കറിയാം, ഭക്തിമാർഗത്തിൽ പൂജ്യനായി ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. മനുഷ്യർ ഗുരുക്കന്മാരെയും മറ്റും നമിക്കുന്നു. കാരണം വീടും കുടുംബവും ഉപേക്ഷിച്ച് പവിത്രമാകുന്നു. എന്നാൽ അവരെ പൂജ്യർ എന്ന് പറയുകയില്ല. ആരെയും ഓർമ്മിക്കാത്തവരാണ് പൂജ്യർ. സന്യാസിമാർ ബ്രഹ്മതത്വത്തെ ഓർമ്മിക്കുന്നുവല്ലോ, പ്രാർത്ഥന ചെയ്യുന്നു. സത്യയുഗത്തിൽ ആരെയും ഓർമ്മിക്കുന്നില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് ഒന്നിനെയാണ്. അത് ഭക്തിയാണ്. നിങ്ങളുടെ ആത്മാവും ഗുപ്തമാണ്. ആത്മാവിനെ യഥാർത്ഥമായ രീതിയിൽ ആരും അറിയുന്നില്ല. സത്യയുഗത്തിലും ത്രേതായിലും ശരീരധാരികൾ തങ്ങളുടെ നാമത്തിലൂടെ പാട്ടഭിനയിക്കുന്നു. നാമമില്ലാതെ പാട്ടധാരി ഉണ്ടാവുക സാധ്യമല്ല. എവിടെയായിരുന്നാലും ശരീരത്തിന് നാമം തീർച്ചയായും വരുന്നു. നാമമില്ലാതെ പാട്ട് എങ്ങനെ അഭിനയിക്കും? ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഭക്തി മാർഗത്തിൽ പാടുന്നു. അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങയെ തന്നെ സ്വന്തമാക്കും. രണ്ടാമതാരുമില്ല. നമ്മൾ അങ്ങയുടെ തന്നെയാകും. ഇത് ആത്മാവാണ് പറയുന്നത്. ഭക്തിമാർഗത്തിൽ ഏതെല്ലാം ദേഹധാരികളുണ്ടോ, ആരുടെയെല്ലാം നാമം വയ്ക്കപ്പെടുന്നു, അവരെ നമ്മൾ പൂജിക്കുകയില്ല. അങ്ങ് വരുമ്പോൾ അങ്ങിൽ തന്നെ അർപ്പണമാകും. എപ്പോൾ വരും ഇതും അറിയുന്നില്ല. അനേകം ദേഹധാരികളുടെയും നാമധാരികളുടെയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ പകുതി കൽപ്പത്തെ ഭക്തി പൂർത്തിയാകുന്നത്, അപ്പോൾ ബാബ വരുന്നു. പറയുന്നു, നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി പറഞ്ഞു വന്നു, നമ്മൾ നിന്നെ അല്ലാതെ ആരെയും ഓർമ്മിക്കുകയില്ല, തൻ്റെ ദേഹത്തെ പോലും ഓർമ്മിക്കുകയില്ല എന്ന്. പക്ഷേ എന്നെ അറിയുന്നതേയില്ല. അപ്പോൾ എങ്ങനെ ഓർമ്മിക്കും? ഇപ്പോൾ ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമധുരമായ കുട്ടികളെ,
സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതീത പാവനൻ. ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പാവനവും സദോ പ്രധാനവുമായി മാറും. സത്യയുഗത്തിലും ത്രേതായിലും ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ ആരെയും ഓർമ്മിക്കുന്നില്ല. ബാബയെയും ഓർമ്മിക്കുന്നില്ല, ചിത്രങ്ങളെയും ഓർമ്മിക്കുന്നില്ല. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമുണ്ടായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ സമീപം വന്നുകൊണ്ടിരിക്കുമോ കർമാതീത അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കും. സത്യയുഗത്തിൽ പുതിയ ലോകത്തിൽ പുതിയ കെട്ടിടത്തിൽ സന്തോഷവും വളരെയധികം ഉണ്ടായിരിക്കും. പിന്നെ 25% പഴയതാകുമ്പോൾ സ്വർഗം തന്നെ മറന്നു പോകുന്നത് പോലെയാണ്. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ പാടിയിരുന്നു, അങ്ങയുടേത് തന്നെയാകും, അങ്ങിൽ നിന്ന് തന്നെ കേൾക്കും. അപ്പോൾ തീർച്ചയായും അങ്ങ് എന്നത് പരമാത്മാവിനെ തന്നെയാണല്ലോ പറയുന്നത്. ആത്മാവ് പറയുന്നു പരമാത്മാവായ പിതാവിനെ കുറിച്ച്. ആത്മാവ് സൂക്ഷ്മ ബിന്ദുവാണ്. അതിനെ കാണുന്നതിനായി ദിവ്യ ദൃഷ്ടി ആവശ്യമാണ്. ആത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്യുക സാധ്യമല്ല. ഞാൻ ആത്മാവ് ഇത്രയും ചെറിയ ബിന്ദുവാണ്. ഇങ്ങനെ മനസ്സിലാക്കി ഓർമ്മിക്കുന്നത് പ്രയാസമാണ്. ആത്മാവിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. പരമാത്മാവിൻ്റെ സാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുന്നു. ആ ഒന്നിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് 1000 സൂര്യന്മാരെക്കാൾ തേജോമയമാണ് എന്നാണ്. ആർക്കെങ്കിലും സാക്ഷാത്കാരം ഉണ്ടായി എങ്കിൽ വളരെയധികം തേജോമയമായിരുന്നു എന്ന് പറയുന്നു. കാരണം അതാണ് കേട്ടിട്ടുള്ളത്. ആരുടെ നൗദാഭക്തിയാണോ ചെയ്യുന്നത് അതിനെ തന്നെയായിരിക്കും കാണുന്നത്. ഇല്ലെങ്കിൽ വിശ്വാസം തന്നെ ഇരിക്കുകയില്ല. ബാബ പറയുന്നു, ആത്മാവിനെ തന്നെ കണ്ടിട്ടില്ല എങ്കിൽ പരമാത്മാവിനെ എങ്ങനെ കാണും? ആത്മാവിനെ കാണുവാൻ തന്നെ എങ്ങനെ സാധിക്കും? സർവരുടെയും ശരീരത്തിന്റെ ചിത്രമുണ്ട്, നാമമുണ്ട്. ആത്മാവ് ബിന്ദുവാണ്, വളരെ ചെറുതാണ്. അതിനെ എങ്ങനെ കാണും? വളരെയധികം പരിശ്രമിക്കുന്നു. പക്ഷേ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. ആത്മാവിന് ജ്ഞാനത്തിന്റെ അവ്യക്ത നേത്രങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആത്മാവ് എത്ര ചെറുതാണ്. ആത്മാവായ എന്നിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാബയുടെ ശ്രീമത്ത് ലഭിക്കുന്നത് ശ്രേഷ്ഠമാകുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നടക്കേണ്ടതാണ്. നിങ്ങൾക്ക് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ആഹാരപാനീയങ്ങളും റോയൽ ആയിരിക്കേണ്ടതാണ്. വളരെ റോയലായ പെരുമാറ്റം ആവശ്യമാണ്. നിങ്ങൾ ദേവതയാകുകയാണ്. ദേവതകൾ സ്വയം പൂജ്യമാണ്. അവർ ഒരിക്കലും ആരെയും പൂജിക്കുന്നില്ല. ഇവരാകട്ടെ ഡബിൾ കിരീടധാരികളാണല്ലോ. ഇവർ ഒരിക്കലും ആരെയും പൂജിക്കുന്നില്ല. അപ്പോൾ പൂജ്യരാണല്ലോ. സത്യയുഗത്തിൽ ആരെയും പൂജിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ പരസ്പരം റിഗാർഡ് തീർച്ചയായും നൽകും. ഇങ്ങനെ നമിക്കുന്നതിനെ റിഗാർഡ് എന്ന് പറയുന്നു. ഹൃദയത്തിൽ ആ ഒന്നിനെ ഓർമ്മിക്കുന്നത് എന്നത് പോരാ, റിഗാർഡ് നൽകുക തന്നെ വേണം. ഇതുപോലെ പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും റിഗാർഡ് വെക്കുന്നു. ഇത് ഉയർന്ന പദവിയുള്ള ആളാണ് എന്നറിയുന്നു. നമിക്കേണ്ടതില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ജ്ഞാനമാർഗം തികച്ചും മറ്റൊരു കാര്യമാണ്. ഇതിൽ കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾ മറന്നുപോയി. ശരീരത്തിന്റെ നാമത്തെ ഓർമ്മിച്ചിരിക്കുകയാണ്. തീർച്ചയായും നാമം ഉപയോഗിച്ചു തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാമമില്ലാതെ ആരെയെങ്കിലും എങ്ങനെയാണ് വിളിക്കുക? നിങ്ങൾ ശരീരധാരിയായി പാർട്ട് അഭിനയിക്കുകയാണ്. എന്നാൽ ബുദ്ധി കൊണ്ട് ശിവ് ബാബയെ ഓർമ്മിക്കണം. കൃഷ്ണന്റെ ഭക്തർ മനസ്സിലാക്കുന്നു,
നമുക്ക് കൃഷ്ണനെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. എവിടെ നോക്കിയാലും കൃഷ്ണൻ തന്നെ കൃഷ്ണനാണ്. ഞാനും കൃഷ്ണൻ, നീയും കൃഷ്ണൻ. നിങ്ങളുടെ നാമം വേറെയാണ്, ആ ഒന്നിൻ്റെ നാമം വേറെയാണ്. എല്ലാവരും കൃഷ്ണൻ തന്നെ കൃഷ്ണൻ എങ്ങനെയാകുവാൻ സാധിക്കും? സർവരുടെയും നാമം കൃഷ്ണൻ എന്നല്ല, എന്ത് തോന്നുന്നുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബു പറയുന്നു, ഭക്തി മാർഗത്തിലെ എല്ലാ ചിത്രങ്ങളും മറ്റും മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ. ചിത്രങ്ങളെ നിങ്ങൾ പതീത പാവനൻ എന്ന് പറയുകയില്ല. ഹനുമാനും മറ്റും പതീത പാവനൻ അല്ല. അനേകം ചിത്രങ്ങളുണ്ട്, ആരും തന്നെ പതീത പാവനല്ല. ശരീരമുള്ള ഏതൊരു ദേവിയെയും മറ്റും പതീത പാവനൻ എന്ന് പറയുകയില്ല. 6 8 കൈകളുള്ള ദേവിമാരെയും മറ്റും ഉണ്ടാക്കുന്നു, എല്ലാം തൻ്റെ ബുദ്ധി അനുസരിച്ച്. ഇത് ആരാണ് എന്നത് അറിയുന്നില്ല. ഇത് പതീത പാവനായ ബാബയുടെ സന്താനങ്ങളും സഹായികളുമാണ്. ഇത് ആർക്കും തന്നെ അറിയില്ല. നിങ്ങളുടെ രൂപമാണെങ്കിൽ സാധാരണം തന്നെയാണ്. ഈ ശരീരം വിനാശമാകും. നിങ്ങളുടെ ചിത്രവും മറ്റും അവശേഷിക്കുകയൊന്നുമില്ല. ഇതെല്ലാം സമാപ്തമാകും. വാസ്തവത്തിൽ ദേവിമാർ നിങ്ങളാണ്. സീതാദേവി, ഇന്ന ദേവി എന്നാണ് നാമവും പറയുന്നത്. രാമദേവത എന്ന് പറയില്ല. ഇന്ന ദേവി അഥവാ ശ്രീമതി എന്ന് പറയുന്നു. അതും റോങ് ആയി പോകുന്നു. ഇപ്പോൾ പാവനമാകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. നിങ്ങൾ പറയുന്നതും പതീതത്തിൽ നിന്നും പാവനമാക്കൂ എന്നാണ്. ലക്ഷ്മി നാരായണനാക്കി മാറ്റൂ എന്നല്ല. പതീതത്തിൽ നിന്നും പാവനമാക്കുന്നതും ബാബയാണ്. നരനിൽ നിന്നും നാരായണനാക്കുന്നതും ആ ഒന്നാണ്. അവർ പതീത പാവനൻ, നിരാകാരൻ എന്ന് പറയുന്നു. സത്യനാരായണന്റെ കഥ കേൾപ്പിക്കുന്നവർ പിന്നെ മറ്റൊന്നാണ് കാണിച്ചിരിക്കുന്നത്. ബാബ സത്യനാരായണന്റെ കഥ കേൾപ്പിച്ച് അമരമാക്കി മാറ്റൂ, നരനിൽ നിന്നും നാരായണനാക്കൂ എന്ന് പറയുന്നില്ല. വന്ന് പാവനമാക്കി മാറ്റൂ എന്നാണ് പറയുന്നത്. ബാബ തന്നെയാണ് സത്യനാരായണന്റെ കഥ കേൾപ്പിച്ച് പാവനമാക്കി മാറ്റുന്നത്. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെയും സത്യകഥ കേൾപ്പിക്കുന്നു. മറ്റാർക്കും അറിയുവാൻ സാധിക്കില്ല, നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങളുടെ വീട്ടിൽ മിത്രങ്ങൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവർ ഉണ്ടായിരുന്നാലും അവരും മനസ്സിലാക്കുന്നില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം തന്നെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനായി ബാബയുടെ ഏതൊരു ശ്രീമത്താണോ ലഭിക്കുന്നത് അതനുസരിച്ച് നടക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആഹാരപാനീയങ്ങൾ, പെരുമാറ്റം എല്ലാം റോയിലാക്കി വെക്കണം. പരസ്പരം ഓർമ്മിക്കരുത്, എന്നാൽ റിഗാർഡ് തീർച്ചയായും നൽകണം. പാവനം ആകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. വരദാനം: സർവ ഖജനാവുകളെയും വേണ്ട സമയത്ത് ഉപയോഗിച്ച് നിരന്തരം സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുന്ന ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ. ബാബ്ദാദയിലൂടെ ബ്രാഹ്മണ ജന്മം ഉണ്ടാകുമ്പോൾ തന്നെ മുഴുവൻ ദിവസത്തേക്ക് വേണ്ടിയും അനേകം ശ്രേഷ്ഠ സന്തോഷത്തിൻ്റെ ഖജനാവുകൾ പ്രാപ്തമാകുന്നു. അതിനാൽ താങ്കളുടെ നാമം കൊണ്ട് തന്നെ ഇപ്പോൾ വരെയും അനേകം ഭക്തർ അല്പകാലത്തെ സന്തോഷത്തിൽ വരുന്നു. താങ്കളുടെ ജഡചിത്രങ്ങൾ കണ്ട് സന്തോഷത്തിൽ നൃത്തമാടാൻ തുടങ്ങുന്നു. അതേപോലെ താങ്കൾ ഏവരും ഭാഗ്യശാലികളാണ്. വളരെയധികം ഖജനാവുകൾ ലഭിച്ചിരിക്കുന്നു. എന്നാൽ കേവലം വേണ്ട സമയത്ത് ഉപയോഗിക്കൂ. താക്കോൽ സദാ മുന്നിൽ വയ്ക്കൂ, അതായത് സദാ സ്മൃതിയിൽ വയ്ക്കൂ. സ്മൃതിയെ സ്വരൂപത്തിൽ കൊണ്ടുവരൂ, എങ്കിൽ നിരന്തരം സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ലോഗൻ:
ബാബയുടെ ശ്രേഷ്ഠ ആശകളുടെ ദീപം തെളിയിക്കുന്നവർ തന്നെയാണ് കുലദീപം. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർന്ന് അനുപമമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.